രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായിട്ടുള്ള ആദ്യ ദിനങ്ങളിൽ തന്നെ രാജ്യത്തെ സകല ജനങ്ങളെയും വഞ്ചിച്ചിരിക്കുന്നു. ഈ ഒരു വഞ്ചനയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളിലും വാർത്തയോ ചർച്ചയോ ഒന്നും തന്നെ വരുന്നുമില്ല. നമ്മുടെ മാധ്യമങ്ങൾ എന്തൊക്കെയായിരുന്നു വിളിച്ചു പറഞ്ഞത്? രാജ്യത്തെ ജനങ്ങളുടെ ശബ്ദം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ്, പ്രതിപക്ഷമാണ്. അങ്ങനെ ആവേശകരമായിട്ട് പ്രതിപക്ഷത്തിന് വേണ്ടിയിട്ട് വാർത്തകൾ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഓരോ വാർത്തകളും തകർന്ന് തരിപ്പണമാവുന്നുമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന്, രാഹുലിൻ്റെ ഭാഗത്തു നിന്ന് രാജ്യത്തെ സകല ജനങ്ങളെയും വഞ്ചിച്ചു കൊണ്ടുള്ളൊരു വാർത്ത വന്നിട്ട് അത് വാർത്ത പോലും കൊടുക്കുന്നില്ല നമ്മുടെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും. കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കാലത്ത് സാംബിത് റോഡ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ മുതിർന്ന നേതാവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. US ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഈ സാംബിത് റോഡെ ഈ സമയത്ത് വീണ്ടും പാർട്ടിയിലേക്ക് എടുത്തിരിക്കുന്നു. എന്തിനായിരുന്നു കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കാലത്ത് പുറത്താക്കിയത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ സാംബിത് റോഡ രാജ്യത്തെ ജനങ്ങൾക്കെതിരെ വംശീയ അധിക്ഷേപം നടത്തിയതുകൊണ്ട്, വർണ്ണവെറിയനായതുകൊണ്ടായിരുന്നു കോൺഗ്രസിന്റെ മുതിർന്ന നേതാവിനെ പുറത്താക്കിയിട്ടുണ്ടായിരുന്നത്. തിരഞ്ഞെടുപ്പ് കാലത്ത് സാംബിത് റോഡ നടത്തിയിട്ടുള്ളൊരു പ്രസ്താവന ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ളവർ ചൈനക്കാരെ പോലെയും, പടിഞ്ഞാറുള്ളവർ അറബികളെ പോലെയും, ഉത്തരേന്ത്യയിലുള്ളവർ വെള്ളക്കാരെ പോലെയും, ദക്ഷിണേന്ത്യയിലുള്ളവർ ആഫ്രിക്കക്കാരെ പോലെയുമാണെന്നാണ് ഈ സാംബിത് റോഡ തിരഞ്ഞെടുപ്പ് കാലത്ത് വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. ദക്ഷിണേന്ത്യയിലുള്ളവരെ ആഫ്രിക്കക്കാരെ പോലെയെന്ന് വംശീയ അധിക്ഷേപം നടത്തിയിട്ടുള്ള സാംബിത് റോഡയെയാണ് കോൺഗ്രസ് ഇപ്പം വീണ്ടും പാർട്ടിയിലേക്ക് എടുത്തിട്ടുള്ളത്. ഓവർസീസ് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനും ചെയർമാനുമാക്കിയിട്ടാണ് ഈ സാംബിത് റോഡയെ വീണ്ടും പാർട്ടിയിലേക്ക് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ ഗുരുവായിട്ടുള്ള US ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന സാംബിത് റോഡയെ ഇന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിലും തിരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കും, ജനങ്ങളെ വഞ്ചിക്കുമെന്ന്. അത് തന്നെയല്ല ഇപ്പോൾ നടന്നിട്ടുള്ളത്. സാംബിത് റോഡയെ കോൺഗ്രസിലേക്ക് തിരിച്ചെടുത്തിരിക്കുന്നു. രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് വംശീയമായിട്ടുള്ള അധിക്ഷേപം നടത്തിയിട്ടുള്ളൊരു നേതാവിനെ വീണ്ടും കോൺഗ്രസ് പാർട്ടിയിലേക്ക് എടുത്തിരിക്കുന്നു. ഇനി ഒരിക്കലും കോൺഗ്രസിന് പോലും ഈ ഒരു പ്രസ്താവന നടത്തിയിട്ടില്ലാന്നോ അതിനെ അനുകൂലിക്കാനോ ഒന്നും തന്നെ സാധിക്കില്ല. കാരണം തിരഞ്ഞെടുപ്പ് കാലത്ത് ഈ സാംബിത് റോഡയെ പുറത്താക്കിയതും കോൺഗ്രസ് ആയിരുന്നു. പിന്നീട് ഈ സമയത്ത് കോൺഗ്രസ് ആ വ്യക്തിയെ തിരിച്ചെടുക്കുകയും ചെയ്തു. ഈ രാഹുൽ ഗാന്ധിയാണോ രാജ്യത്തെ ജനങ്ങളുടെ ശബ്ദമാവുമെന്നൊന്നും എന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ നമ്മുടെ മാധ്യമങ്ങൾ നിരന്തരം വാർത്ത കൊടുക്കുന്നത്? സുബോധമുള്ള സകല ആളുകളും തിരിച്ചറിയുക തന്നെ ചെയ്യും. രാജ്യത്തെ ജനങ്ങളെ തോന്നിയതുപോലെ വിളിച്ചു പറയുന്ന, വംശീയ അധിക്ഷേപം നടത്തുന്ന, ഭിന്നിപ്പിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് കോൺഗ്രസും രാഹുൽ എന്നുള്ളതും സുബോധമുള്ള സകല ആളുകളും ഈ തിരിച്ചെടുക്കലുകളിലൂടെയൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക തന്നെ ചെയ്യും.